ഇതാ അന്നത്തെ എള്ളിൻ്റെ ലഡു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കാരണം പിന്നെയും ഒന്നും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് വെറും എള്ള് മാത്രമല്ല, പിന്നെ വാൾനട്ട് ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് നട്ടിൻ്റെ ആൽമണ്ട് ഉണ്ട്, പീനട്ട് ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലഡു ആണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ എള്ള് വറുക്കണം. എള്ള് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ശർക്കര ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി. ഓക്കെ, നമ്മളെ നാട്ടിലെ മാതിരി ശർക്കര ഒഴുക്കിയിട്ട് അരിക്കേണ്ടതൊന്നും ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വേസ്റ്റും കല്ലോ മണ്ണോ ഒന്നുമില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ ശർക്കരയിൽ എന്തൊക്കെ അഴുക്കുകളുണ്ടാവും. ഇവിടെ നല്ല ഫ്രഷ് ആയതാണ്. കാരണം ഫസ്റ്റ് ക്വാളിറ്റിയൊക്കെ വിദേശത്തേക്കാണല്ലോ നമ്മളെ നാട്ടുകാരയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേസ്റ്റൊന്നുമില്ല, നല്ലതാണ്, അരിക്കൊന്നും വേണ്ട. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ആയത് കാരണം ഇനി ഉരുകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഞാനിത് ഉരുകി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാം. ഓക്കെ, ഒരുവിധം ഇത് ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് വെള്ളത്തിലേക്ക് ഒറ്റിച്ച് നോക്കുമ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക്. നമ്മൾ വെള്ളത്തിലേക്ക് ഒറ്റിക്കുമ്പോൾ നമ്മുടെ ഇത് ഓൾമോസ്റ്റ് ഇതായി കഴിഞ്ഞു. ഇനി ഒന്ന് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ എള്ളിന് ആദ്യം ഇടാം. എള്ളിട്ടു, ആൽമണ്ട് ഇട്ടു. പക്ഷെ ആൽമണ്ട് അല്ല, വാൾനട്ട്, പിന്നെ ആൽമണ്ട് ഇട്ട പൊടി. ഓക്കെ, ഇട്ടിട്ട് നമ്മൾ കുറച്ച് നമ്മളിനി ഇത് ഉരുട്ടുന്നു. നല്ല ചൂടാട്ടോ, ചൂട് മാറിയിട്ടേ ഇല്ല, നല്ല ചൂടാണ്, ഈ പൊള്ളുന്ന ചൂടാണ്. കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് വെള്ളം ഇത് തൊട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പം ഇനി മുഴുവൻ ഉരുട്ടി കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. അതാണ് ഉരുട്ടുന്നത്. ഓക്കെ, ഫൈനലി ലഡു ആയി. ഇതാണ് ലഡുവിൻ്റെ ഫോട്ടോ. ഓക്കെ.